ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോമർ ഇന്ത്യൻ പ്രസിഡൻറ്റും സയൻറ്റിസ്റ്റുമായ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ്. ചാപ്റ്ററിൻ്റെ പേര് ഐ വിൽ ഫ്ലൈ എന്നതാണ്. സ്പീച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു 4 വരി പോയം റിസൈറ്റ് ചെയ്തുകൊണ്ടാണ് സ്പീച്ച് തുടങ്ങുന്നത്. നോക്കാം. When I wish upon a star, make no difference who I am. Anything my heart desires will come to me. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതൊരു സ്റ്റാർ കിട്ടണം എന്നാണെങ്കിൽ പോലും ഞാൻ ആരാണെന്ന് അവിടെ ഒരു പ്രശ്നമല്ല. എൻ്റെ ഹാർട്ട്, എൻ്റെ ഹൃദയം അത്രമേൽ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് ആരംഭിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലൈസ് how the contributions of youth in the past have continuously contributed to the world of today in many fields. ഇന്നത്തെ ഇന്ത്യയിലെ പല ഫീൽഡിലുള്ള പുരോഗതിക്ക് കാരണം പാസ്റ്റ് ജനറേഷനിലെ യൂത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. I would like to assert that no youth today needs to fear about the future. ഞാൻ പറയുകയാണ്, ഇന്നത്തെ യൂത്തിന് ഒരിക്കലും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ടതില്ല. വൈ? എന്തുകൊണ്ട്? ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത്, ജ്വലിക്കുന്ന മനസ്സ്, യൂത്തിൻ്റെ ജ്വലിക്കുന്ന മനസ്സാണ് ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് ദി മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ സമ്പത്താണ് യുവാക്കളുടെ ഈ ഒരു ഊർജമുള്ള ചുറുചുറുക്കുള്ള മനസ്സ്. അണ്ടർ ദി എർത്ത് ആൻഡ് എബോവ് ദി എർത്ത്, ഭൂമിക്ക് മുകളിലും താഴെയും. ഡിയർ യങ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളോട് കൂടിയാണ് ജനിച്ചത് എന്ന ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാനൊരു വില്ലേജിലേക്ക് പോയി. വിച്ച് മീൻസ് ദി പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശാസ്ത്രയാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിൻ്റെ പ്രചരണം എന്നതായിരുന്നു. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുവർ ദി പ്രിപ്പറേഷൻ ഓഫ് എബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. പല സ്കൂളുകളിൽ നിന്നുള്ള 2000-ഓളം സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ മിഷൻ. എന്തിനു വേണ്ടി? towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. ഇങ്ങനെയുള്ള തുടങ്ങിയ ഉന്നതങ്ങളായ ജോലികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ മിഷൻ. This action would in turn empower about 2000 families of village. ഈ ഒരു 2000 കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിലൂടെ 2000 ഫാമിലീസിനെ ശാക്തീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്. എനിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത് ഒരു മിക്സഡ് ഓഡിയൻസിനോടായിരുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. 5000-ഓളം സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. വാസ് ഓൺ ദി ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദി നാഷൻ. അതായത് സയൻസ് നേഷനെ ശാക്തീകരിക്കുന്നു എന്ന വിഷയത്തിലായിരുന്നു എനിക്ക് സംസാരിക്കേണ്ടിയിരുന്നത്. After my address, hundreds were raised for asking questions. എൻ്റെ പ്രസംഗത്തിന് ശേഷം 100 കണക്കിന് കുട്ടികൾ കൈ ഉയർത്തി എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഡ്യൂ ടു ദി ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദി ലാസ്റ്റ് റോ ടു ദി ഫസ്റ്റ്. ലാസ്റ്റ് റോ മുതൽ ഫസ്റ്റ് റോ വരെ റാൻഡമായിട്ട് അവിടുന്നും ഇവിടുന്നൊക്കെ ഞാനൊരു 12 പേരെ സെലക്ട് ചെയ്തു. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻസ്. അതിൽ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ എവേ വില്ലേജ്. ചോദ്യം ചോദിച്ചത് ഒരു ടീനേജർ ആയിരുന്നു. അവൻ വരുന്നത് ദൂരെയുള്ള ഒരു വില്ലേജിൽ നിന്നാണ്. He was nervous and a typical representative of the youth of India. അവൻ വളരെയധികം നെർവസ് ആയിരുന്നു. അവൻ ഒരു സാധാരണക്കാരനായ ഇന്ത്യയിലെ ഒരു യൂത്തിൻ്റെ പ്രതിനിധിയാണ്. ദി ബോയ് ബിഗാൻ സ്പീക്കിംഗ്. അവൻ ചോദിക്കാൻ തുടങ്ങി. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എനിക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഐ ആം നെർവസ്. ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആണ്.
ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ പോലും ചോദ്യം ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദിസ് ഇയേഴ്സ്. ഇത്രയും വർഷമായിട്ട് എഡ്യൂക്കേഷനിലൂടെ എനിക്കൊരു കോൺഫിഡൻസും കിട്ടിയിട്ടില്ല. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്കെൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും പേടിയാണ്. വെൻ എവർ ഐ ടോക്ക്, ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിലോ, ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്സ്. ഞാൻ എന്നെ മറ്റു കുട്ടികളുമായിട്ടും അവരുടെ എലഗൻറ്റ് ഡ്രസ്സ്, മനോഹരമായ ഡ്രസ്സിനെ പറ്റിയൊക്കെ ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യും. പ്ലീസ് ടെൽ മീ. സർ, എന്നോട് ദയവ് ചെയ്ത് പറയൂ. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു ഷിപ്പിൽ യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ബി ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായി തീരണം എനിക്ക്. ഐ വാണ്ട് ടു ബിൽഡ് ദി എൻജിൻ ഓഫ് ദി ഷിപ്പ്. എനിക്ക് ഷിപ്പിൻ്റെ എൻജിൻ നിർമ്മിക്കണം. ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ് സർ? എനിക്കിതൊക്കെ ചെയ്യാൻ കഴിവുണ്ടോ സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഞാൻ എങ്ങനെയാണ് ഈ ഒരു മിഷനിലേക്ക് എത്തിച്ചേരുക? വാട്ട് ഷുഡ് ഐ ഡു? അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓഡിയൻസും അതുപോലെ സദസ്സിലുള്ള വേദിയിലുള്ള വിശിഷ്ട അതിഥികളും ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി അടക്കം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കലാം എന്താണ് ഈ ഒരു കുട്ടിയുടെ സിൻസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പോകുന്നത് എന്ന്. ഐ തോട്ട് ഓഫ് ഇറ്റ്. ഞാൻ ചിന്തിച്ചു. ആൻഡ് ബ്രേക്കിംഗ് ദി സൈലൻസ്. പതുക്കെ സൈലൻസിനെ മുറിച്ചു, അതായത് സംസാരിക്കാൻ തുടങ്ങി. ഐ സെഡ്, ഞാൻ പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഹാവ് പുട്ട് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എമംഗ് ദി മെനി questions that I have received from millions and millions of students whom I have met. ഞാൻ മില്യൺസ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അവരെന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിൻ്റെ ചോദ്യത്തെ വിലമതിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദി ഫിയർ ഓഫ് മെനി. നീ ചോദിച്ചത് പലരും ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യനാണ്. പലരുടെയും ഫിയറിൻ്റെ ഒരു എക്കോ ആണ് നീ ഇവിടെ സംസാരിച്ചത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യൻ പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഞാൻ നിനക്ക് വേണ്ടി ഒരു ആൻഷ്യൻ പോയം റിസൈറ്റ് ചെയ്യാം. പോയത്തിൻ്റെ പേരാണ് ഐ വിൽ ഫ്ലൈ. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ കഴിവുകളോട് കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. വിശ്വാസത്തോടു കൂടിയും നന്മയോടു കൂടിയുമാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഐഡിയാസും ഡ്രീംസും സ്വപ്നങ്ങളോട് കൂടിയുമാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുകളോട് കൂടിയാണ് ഞാൻ ജനിച്ചത്. സോ ഐ ആം നോട്ട് മെൻറ്റ് ഫോർ ക്രൗളിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഴയേണ്ട കാര്യമില്ല. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ പറക്കും പറക്കും പറക്കും. യങ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഹൗ യു ക്യാൻ ബി യുണീക്ക്. എങ്ങനെ നിങ്ങൾക്ക് യുണീക്കാവാം. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡിക്കേഡ് ടൈം. 10 വർഷത്തിനിടയ്ക്ക് ഞാൻ 15 മില്യൺസോളം സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ഐ ലേൺഡ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ദാറ്റ് ഈസ് യു. ഞാൻ മനസ്സിലാക്കി ഓരോ യൂത്തിനും യുണീക്ക് ആവണം. അതായത് നിങ്ങൾ തന്നെ ആയിരിക്കുക. മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കാതിരിക്കുക. അതാണ് യുണീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദി വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. പക്ഷേ ഈ ലോകം അത് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മറ്റൊരാളാക്കി മാറ്റാൻ വേണ്ടി. ഇൻ യുവർ ഹോം, നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് ദി നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്.
നമ്മുടെ വീട്ടിൽ പാരൻസ് അപ്പുറത്തെ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാൽ അവനെ കണ്ട് പഠിക്ക്, അവനെപ്പോലെ ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെൻ യു ഗോ ടു സ്കൂൾ, ഇനി സ്കൂളിലേക്ക് പോവുകയാണെങ്കിലോ, യുവർ ടീച്ചർ സേസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദി ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദി ക്ലാസ്. എന്തുകൊണ്ടാണ് നീ ഫസ്റ്റ് 5 റാങ്കിൽ ഇല്ലാത്തത്? വെറെവർ യു ഗോ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും പീപ്പിൾ സേ, ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവറിബഡി എൽസ്. നീ മറ്റുള്ളവരെ പോലെ ആവ്, അല്ലെങ്കിൽ അവനെപ്പോലെ ആകുക, ഇവനെപ്പോലെ ആവ്, അവരെപ്പോലെ ആവുമെന്ന് ലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൗ, ഇപ്പോൾ, ഡിയർ യങ് ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളെ, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ തന്നെ ആവണം, യുണീക്ക് ആവണം? ദി ചാലഞ്ച്, ഇതൊരു ചലഞ്ചാണ്. മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളെ, ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദി ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ. മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു ഹാർഡസ്റ്റ് ബാറ്റിൽ, ഒരു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ, അതിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തുന്നത് വരെ നിങ്ങൾ ആ ബാറ്റിൽ, ആ യുദ്ധം നിർത്താൻ പാടില്ല. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അപ്പോഴാണ് നിങ്ങൾ യുണീക്കായി മാറുന്നത്. അടുത്തൊരു ലെസണുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.